രാത്രി സ്കരിക്കാത്ത പുതിയ നമ്മൾ പറയാൻ എന്താ 5 വക്ത് സ്കരിക്കുന്ന പുതിയാപ്പിളെ കിട്ടിയാൽ മതി. ചിലരും അതുമല്ല, കള്ളുടി പിഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞിട്ട് കിട്ടൂല. ഈ അരിജാലിലും ഈ റോഡിലും വീണെടുക്കാത്ത പുതിയാപ്പിളെ കിട്ടിയാൽ മതി. ഇപ്പം അങ്ങനെയൊക്കെയാ പറയില്ലേ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ പഠിച്ചോനെ, ഈ ഉമ്മത്തിനെ നന്നാക്കണേ റബ്ബേ, നന്നാക്കണേ തമ്പുരാനെ, നന്നാക്കണേ റബ്ബേ. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ആണുങ്ങളും പെണ്ണുങ്ങൾക്കും അല്ലാഹുവിന്റെ ശറഇന്റെ ഇൽമിനെ സംബന്ധിച്ച് ബോധം വേണം, നല്ല ബോധം വേണം. മുത്തായ നബി തങ്ങൾ പറയുമായിരുന്നു, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസ്, സലാസത്തുൻ ലഹും അജ്റാൻ, 3 വിഭാഗം ആളുകൾക്ക് അല്ലാഹു 2 വീതം കൂലി കൊടുക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 വിഭാഗം ആളുകൾക്ക് 2 വീതം കൂലിയുണ്ട്, 2 വീതം കൂലിയുണ്ട്. ആ 3-ൽ ഒരാൾ വറജുലുൻ കാനത് ഇൻദഹു അമഹ, ഒരാളുടെ അടുത്ത് ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. നോക്കണം, ഭാര്യയല്ല, ഉമ്മയല്ല, തന്റെ പെൺമക്കളല്ല, ഒരു അടിമ സ്ത്രീ. അടിമ സ്ത്രീക്കൊന്നും വല്ല വില കൊടുക്കൂല എന്നാ. അടിമകളെ കാളകളെ ചന്തയിൽ നിന്ന് വാങ്ങുന്ന പോലെ വാങ്ങപ്പെടുന്ന വിൽക്കപ്പെടുന്ന കാലമാണ്. ഒരു അടിമ പെണ്ണുണ്ടായിരുന്നു, അടിമ സ്ത്രീ. നബി തങ്ങൾ പറയാണ്, ഉള്ള ഒരാൾ അടിമ സ്ത്രീ, ആ തന്റെ വേലക്കാരിക്ക് അടിമ പെണ്ണിന് അദബ് പഠിപ്പിച്ചു കൊടുക്കുകയും അച്ചടക്കം നന്നാക്കി കൊടുക്കുകയും ചെയ്തു. അവളെ പഠിപ്പിച്ചു, അവൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു. അവൾ മെഡിസിന് പഠിച്ചിട്ടുണ്ട്, അവൾ BBA-ക്കും MBA-ക്കും പഠിച്ചിട്ടുണ്ട്, അവൾ MCA-ക്ക് പഠിച്ചിട്ടുണ്ട്, അവള് B.Pharm-ന് പഠിച്ചിട്ടുണ്ട്, D.Pharm-ന് പഠിച്ചിട്ടുണ്ട്, മൈക്രോബയോളജി പഠിച്ചിട്ടുണ്ട്. എന്നാൽ അല്ലാഹുവിനെ പറ്റി പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്ത ഒരാൾ, ആ പെണ്ണിനെ എന്നിട്ട് എഴുത്തുക്ക് ചൊല്ലുകയും മോചനം ചെയ്യുകയും എന്നിട്ട് അവളെ വിവാഹം ചെയ്യുകയും ചെയ്താൽ ഫലഹു അജ്റാൻ, അയാൾക്ക് 2 പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരടിമ പെണ്ണിന് അദബ് പഠിപ്പിച്ചാൽ, ഒരടിമ പെണ്ണിന് വിദ്യാഭ്യാസം കൊടുത്താൽ ഇതാണ് കൂലിയെങ്കിൽ, സ്വന്തം ഭാര്യയ്ക്ക്, സ്വന്തം മക്കൾക്ക്, സ്വന്തം ഉമ്മാക്ക്, സ്വന്തം പെങ്ങൾക്ക് ഇൽമു പഠിപ്പിക്കുകയും അദബ് പഠിക്കുകയും ചെയ്താൽ കിട്ടുന്ന കൂലി എത്രയാണ്? അങ്ങനെയാണ് ഉലമായി ഹദീസിനെ ചർച്ചയിൽ കൊണ്ടുവരുന്നത്. അടിമ പെണ്ണിന് പഠിപ്പിച്ചാൽ ഇത്ര കൂലിയോ? സ്വന്തം മോളെ പഠിപ്പിക്കുകയാണെങ്കിൽ എന്തായിരിക്കും കൂലി? നമ്മൾ പറയും, നിങ്ങളുടെ മോൾക്ക് ഇന്നാലിന്ന ആളുമായൊരു അഫയർ ഉണ്ട് കേട്ടോ, അവന്റെ മൊബൈലിൽ അവളുടെ കോണ്ടാക്ട് കാണുന്നുണ്ട്, അവൻ അയക്കുന്ന മെസ്സേജ് കാണുന്നുണ്ട്, വാട്സപ്പിൽ കാണുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോ എന്താ നമ്മൾ പറയല്? എന്റെ മോളതൊന്നും ചെയ്യൂല, എന്റെ മോളെ പറ്റി അഭിമാനിയാണ് ഞാൻ, എന്റെ മോളെ അപമാനിക്കാൻ തുനിഞ്ഞാൽ നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. ഇതാണോ ഒരു വാപ്പ പറയേണ്ടത്? ഇതാണോ ഒരു പെങ്ങള് പറയേണ്ടത്? പെങ്ങളെ പറ്റിയൊരു വിഷയം കേൾക്കുമ്പോ ഇങ്ങനെ പറയേണ്ടത്? പിശാച് സ്മാർട്ട് അല്ലേ? പിശാച് സ്മാർട്ട് ഫോണാണ് ഉപയോഗിക്കുന്നത്. എന്നാണ് സ്മാർട്ടായ പിശാചായിരിക്കും അതിലിരിക്കാന്ന് മനസ്സിലാക്കണം. സ്മാർട്ട് ഫോണാകുമ്പോൾ നല്ല സ്മാർട്ട് പിശാച്. അതിലെ കോണ്ടാക്റ്റുകൾ, അതിൽ മനുഷ്യന്മാർ ചെയ്യുന്ന വിക്രിയകൾ, അതിൽ ചെയ്യുന്ന ചില ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് പിടുത്തം കിട്ടാത്ത രീതിയിലൊക്കെ പല ആളുകളുമായി കോണ്ടാക്ട് ചെയ്യുന്നത്, ചില ആളുകളുടെ നമ്പറുകൾ ഹൈജാക്ക് ചെയ്തിട്ട് മറ്റൊരാളിന്റെ നമ്പറിന് വിളിക്കുന്ന പോലെ, ഞാനല്ലല്ലോ. ഇങ്ങനെയൊക്കെ എല്ലാവിധ തിന്മകളും നമ്മുടെ ചുറ്റുപാടുകൾ നടക്കുമ്പോഴാണ് സ്വന്തം മോൾക്ക് അദബ് പഠിപ്പിക്കാൻ വാപ്പയെ കൊണ്ടാവുന്നുണ്ടോ? നമ്മൾ ഇഷ്ടം പോലെ ഫീസ് വെച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട്. നല്ല ഫീസുള്ള സ്കൂൾ ഏതാണ്? അങ്ങനെ നമ്മൾ നോക്കുന്നത്. വിദ്യാഭ്യാസം ഉണ്ട് അവിടെ എന്നല്ല, നല്ല ഫീസ് എവിടെയാ? എന്റെ മോൾ ഏത് സ്കൂളിലാണ്? എന്റെ മോൾ ഇന്ന സ്കൂളിലാണ്. അവിടെ എത്ര ഫീസ് എന്നാ മറ്റവൻ ചോദിക്കാം. ഞാൻ കൊടുക്കണക്കാണോ, കൊടുക്കുന്നുണ്ടോ ഇല്ലേ എന്നാണ് പിന്നെ മേന്മ പറയണേ. എന്റെ കുട്ടി പഠിക്കുന്നുണ്ടോ, അവളുടെ ഇൽമ് എന്താണ്, ഇതല്ല നോക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ഇമ്മത്തിന് ബോധം നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെണ്ണുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഹബീബായ തങ്ങളുടെ മുമ്പിൽ ഒരു പെണ്ണ് വരുന്നു. മുത്തനബിയുടെ മുമ്പിലേക്ക് ഒരു പെണ്ണ് വരുന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നബിയേ, നബിയേ, ഗലബനാ അലൈക റിജാൽ, നബിയേ, ഞങ്ങളെ മറികടന്നുവല്ലോ ആണുങ്ങൾ. ഞങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും കൂലി ആണുങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ നബിയേ. അതാണ് വിഷയം. നമ്മൾ പറയണ്ട, എന്തിനാ ആണു പെണ്ണൂര്, നമ്മളൊക്കെ ഒരുമിച്ച്, നമ്മളൊക്കെ ഒന്നെന്നല്ലേ എന്ന് പറയും. അനന്തരാവകാശം, വാപ്പിയമ്മ മരിച്ചുപോയി, ഒരാൾ മയ്യത്തായി കഴിഞ്ഞാൽ പിന്നെ അള്ളാന്റെ ശരീഅത്ത് വിധിച്ച പോലെയാണ് അവിടെ വിധിക്കേണ്ടത്, അല്ലേ? വസിയത്തൊക്കെ കഴിച്ച് മാറ്റിവെച്ചാൽ പിന്നെ മീറാസ് അള്ള വിധിച്ച പോലെ വെക്കണം. അപ്പൊ പറയാം നമ്മളൊക്കെ ഒന്നെന്നല്ലേ. സുബ്ഹാനല്ലാഹ്. നമ്മൾ അതിൽ മാത്രമാണ്. പെണ്ണെ മനസ്സിലാക്കണം, ആണോരി പെണ്ണോരി, ആണോഹരി എന്നാണ് പറയണത്, അല്ലേ? പെണ്ണോഹരി എന്ന് പറയുന്നത് മിസ്ലു ഹള്ളിൽ ഉൻസയൈൻ, 2 പെണ്ണിന്റെ അത്ര ഒരു പുരുഷൻ അവകാശമുണ്ട് എന്ന് ശരീഅത്ത് പറയുമ്പോൾ മാത്രം നമ്മളങ്ങോട്ട് ഒബ്ജക്ഷൻ സമ്മതിക്കൂല.
അത് മനസ്സിലാക്കിയാൽ മതി. എന്തെന്നറിയോ, വാപ്പാന്റെ ഓഹരിയിൽ നിന്ന് നിനക്ക് 10,000 കിട്ടുകയാണെങ്കിൽ നിന്റെ ആങ്ങൾക്ക് 20,000 കൊടുക്കണം എന്നാണ് ശറഇന്റെ നിയമം. ഉദാഹരണം പറയാം. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ, ആ 10,000 നീ വാങ്ങിക്കുന്നത് നിന്റെ പൈസയാണ്, ആർക്കും കൊടുക്കണ്ട, നിന്നോടാരും ചോദിക്കൂല. നിന്റെ അനിയനോ ജ്യേഷ്ഠനോ വാങ്ങുന്ന 20,000, ആ പൈസയിൽ നിന്നെ സംരക്ഷിക്കാൻ അവന് ബാധ്യതയുണ്ട്. ആ പൈസയിൽ നിന്റെ വാപ്പയെ നിന്റെ ഉമ്മയെ പരിചരിക്കാൻ അവന് ബാധ്യതയുണ്ട്. ആ 20,000 സ്വന്തം ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കാൻ അവന് ബാധ്യതയുണ്ട്. ആ 20,000 സ്വന്തം കുഞ്ഞിന്റെ സ്കൂൾ ഫീസ് അടക്കാൻ അവന് ബാധ്യതയുണ്ട്. ആ 20,000 അവന് വീട് വെക്കാൻ ബാധ്യതയുണ്ട്. അതവൻ ചെലവഴിക്കേണ്ടവനാണ്. നിന്റേത് നീ സൂക്ഷിച്ചു വെച്ചോ, നിന്റെ ഭർത്താവ് നിനക്ക് വേണ്ടി ചെലവഴിക്കും. അള്ളാന്റെ നീതിയാണത്. നിനക്ക് 10,000 തന്നു, അവൻ അള്ള 10,000 കൊടുത്തു, അവൻ്റേത് ചെലവഴിച്ചു തീർന്നു, അവൻ എന്ത് മിച്ചമുണ്ട്? അള്ളാഹുവിന്റെ ഹിക്മത്താണത്. അതുകൊണ്ട് നിന്റെ ഓഹരിയേക്കാൾ ഇരട്ടി അള്ളാഹു നിന്റെ ആങ്ങൾക്ക് കൊടുക്കുന്നു. അതിൽ ഒബ്ജക്ഷൻ പറയല്ലേ, അള്ളാഹിന്റെ ശരീഅത്താണത്. മനസ്സിലായില്ലേ? പെണ്ണുങ്ങളത് അവർക്കുള്ളതാ, ആണുങ്ങളത് ചെലവഴിക്കാനുള്ളതാ. മുത്തുനബിയോട് വന്ന് പറയുന്നു, ഗലബനാ യാ റസൂലല്ലാഹ്, നബിയേ നബിയേ ഞങ്ങളെ മറികടന്നുവല്ലോ. ഗലബനാ അലൈക്കർ റിജാൽ, പുരുഷന്മാരല്ലോ നബിയെ കൂലി മുഴുവനും കൊണ്ടുപോകുന്നത്. അവരല്ലയോ അങ്ങയിൽ നിന്ന് കേട്ട് പഠിക്കുന്നത്. അങ്ങയുടെ ഒരു ദർസ്, അങ്ങയുടെ ഒരു വഅദ്, അങ്ങയുടെ ഒരു സാരോപദേശം, ഒരു ഖുർആൻ ക്ലാസ്, ഒരു ഹദീസിന്റെ ക്ലാസ്, അല്ലെങ്കിൽ അങ്ങയുടെ ഒരു മൗഇലത്ത്, ഒരു നസീഹത്ത് ഞങ്ങൾക്ക് കേൾക്കാൻ അവസരമില്ലല്ലോ നബിയേ. ഫജ്അൽ ലനാ യൗമാ, ഞങ്ങൾക്കൊരു ദിവസം അങ്ങ് മാറ്റിവെക്കണം നബിയേ. ഞങ്ങൾ പെണ്ണുങ്ങൾക്കൊരു വഅദ് പറഞ്ഞു തരണം നബിയേ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മാത്രമായി ഒരു വഅദ് വേണം. ആര് പറയാ? സ്വഹാബിയാത്ത് മുത്ത് നബിയോട് വന്ന് ചോദിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തിനാണ് തുഅല്ലിമുനാ, ഞങ്ങളെ പഠിപ്പിക്കാൻ, തുഹദ്ദിസുനാ, ഞങ്ങൾക്ക് അങ്ങ് ഹദീസ് പറഞ്ഞു തരണം, വതുഫഖിഹുനാ ഫീ ഉമൂരി ദീനിനാ, ഞങ്ങളുടെ ദീൻ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ നബിയേ ഞങ്ങൾക്കും അവസരം വേണം, ഞങ്ങൾക്കും അവസരം വേണം എന്ന് മുത്തുനബിയോട് വന്ന് ഒരു കൂട്ടം പെണ്ണുങ്ങൾ ചെയ്ത അപേക്ഷ. മുത്തുനബി എന്ത് പറഞ്ഞു? മൗഇദുകുന്ന ബൈതു ഫുലാന, ഇന്നാലിന്നവരുടെ വീട്ടിലാണ് നിങ്ങളുടെ സ്ഥലം, ഇതാ ഞാൻ വരാം, നിങ്ങൾക്ക് ഞാൻ വഅദ് പറഞ്ഞു തരാം, ഇന്നാലിന്ന വീട്ടുകാരുടെ വീട്ടിലേക്ക് ഞാൻ വരാം, അവിടെ ഇച്ചിരി സൗകര്യം ഉണ്ടല്ലോ. അങ്ങനെ നബി തങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഈ പെണ്ണുങ്ങൾക്ക് വേണ്ടി വഅദ് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഫകുന്ന യജ്തമിഅന, ആ വീട്ടിലേക്ക് പെണ്ണുങ്ങൾ വരുമായിരുന്നു. വയതി അലൈഹി സ്വലാത്തു വസ്സലാം വയുദർരിസുഹുന്ന, നബി തങ്ങൾ അങ്ങോട്ട് വരികയും അവരെ പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. റസൂലുള്ളാഹ് 5,000 10,000 സ്ക്വയർ ഫീറ്റ് നിങ്ങളുടെ വീടുകൾക്ക് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കെ, വീടുകളിൽ അയൽപ്പക്കത്തെ പെണ്ണുങ്ങൾക്കോ നിങ്ങളുടെ കുടുംബക്കാർക്കോ വന്നിരിക്കാൻ നിങ്ങളുടെ വീടുകളിൽ റൂമുകൾ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കെ, ഏതെങ്കിലും ഒരു വഅദ്, ഏതെങ്കിലും ഒരു മസ്അല പഠിക്കാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ ഒരു മുഅല്ലിമത്ത്, ഒരു മുദർരിസത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മഹ്റമിനെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആലിമിൽ നിന്ന് പഠിക്കാനുള്ള ഒരു അവസരം, ഇൽമിന്റെ ഒരു മജ്ലിസ് നിങ്ങളുടെ വീടുകളിൽ, ഏതെങ്കിലും ഒരു വീടുകളിൽ നിങ്ങൾക്ക് മറ്റെവിടെയും സൗകര്യം കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ഇൽമിന്റെ മജ്ലിസുകൾ എപ്പോഴെങ്കിലും നടത്തണം എന്ന് തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നമ്മുടെ വീടുകളുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണ്ടേ? വലിയ വലിയ റൂമുകളും ഹാളുകളൊക്കെ അല്ലേ? എന്നാൽ അയൽപക്കത്തെ പെണ്ണുങ്ങളൊക്കെ കൂടിയിരുന്ന് നിങ്ങളുടെ ഉമ്മ റിയാദുസ് സ്വാലിഹീൻ എടുത്ത് വെച്ച് അവർക്ക് ഹദീസ് ഓതി കൊടുക്കാം. ഉദാഹരണം പറയാം, ഫത്ഹുർ റഹ്മാൻ തഫ്സീറുണ്ട്, മഹാനായ കെ.വി. ഉസ്താദിന്റെ തഫ്സീർ, വളരെ സരളമായ വാക്കുകൾ, മഹാനായ ബഹാവുദ്ദീൻ ഉസ്താദ് അവറുകൾ വ്യാഖ്യാനം കൊടുത്ത വളരെ സരളമായ ഫത്ഹുർ റഹ്മാൻ, നല്ല മലയാളം സരളമായ തഫ്സീർ. അത് നമ്മുടെ പെണ്ണുങ്ങൾക്കൊക്കെ ഒന്ന് ഓതി, ഒരാൾ അവർക്ക് ഓതി വായിച്ചു കൊടുക്കുന്നു, കേൾക്കുന്നു. നമുക്ക് ചെയ്തുകൂടെ അതൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ വേറെ പാർട്ടിക്കാരാവെന്ന് പറയാം. നമുക്ക് ഇസ്ലാമികമായ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ നിന്നുകൊണ്ട് നമുക്കും ചെയ്തുകൂടെ? ചെയ്യാലോ. നന്മകൾ ചെയ്യേണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂൽ പെണ്ണുങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞവിടെ വീടുകളിൽ, സൗകര്യമുള്ള വീടുകളിൽ, മൗഇദുകുന്ന ബൈതു ഫുലാന, ഇന്നാലിന്നവളുടെ വീട്ടിലാണ് ഞാൻ നിങ്ങൾക്ക് വഅദ് പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ് മുർസലാണ്. നബി തങ്ങൾ ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വന്തം വാപ്പയെ പോലെ അല്ലെങ്കിൽ അതിനപ്പുറത്താണ് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിബായ നബി തങ്ങൾ പോയി ഇൽമു പറഞ്ഞു കൊടുക്കുമായിരുന്നു. നമ്മുടെ വീടുകളിൽ സൗകര്യമുള്ള വീടുകൾ, മുതലാളിമാർ വലിയ വലിയ വീടുകളൊക്കെ വെക്കുമ്പോ ഇൽമിന്റെയോ ദിക്റിന്റെയോ സ്വലാത്തിന്റെയോ മജ്ലിസുകൾ വീട്ടുകാർക്ക് വേണ്ടി ഇവിടെ വെച്ചു കൊടുത്തുകൂടെ? ചില ചിന്തകൾ നിങ്ങൾക്ക് കൈമാറുകയാണ്. അല്ലാഹു ഇതൊക്കെ നടപ്പിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇത് നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് വിചാരിക്കും. ഇന്ന് ഇപ്പോഴേ മനസ്സിൽ തീരുമാനിക്കുക. വരുന്നവർ വന്നോട്ടെ,
ചിലർ വന്നില്ലാന്ന് വരും, നമുക്ക് ക്ഷണിക്കാൻ അല്ലാഹു പറഞ്ഞു. അള്ളാന്റെ വഴിയിലേക്ക് ക്ഷണിക്കുക. ഇതിലൊരു നല്ല രസമുള്ള ആശയമുണ്ട് ഇതിന്റെ ഉള്ളിൽ. പഴമള്ളൂർക്ക് എന്നെ വിളിച്ചു എന്ന് വിചാരിക്കുക. എന്റെ സുഹൃത്ത് റഹ്മാൻ ഉസ്താദ് പറഞ്ഞു, എന്ത് നമ്മളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. അയ്യോട്ടെ, റഹ്മാൻ ഉസ്താദ് എന്നെ ക്ഷണിച്ചു, ദഅവത്ത് ചെയ്ത്, ഞാൻ അതിന് ഇജാബത്ത് ചെയ്യണം, മറുപടി കൊടുക്കും. ഞാൻ വന്നു പോയിട്ടോ, നല്ല ഭക്ഷണം കഴിച്ചു, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പോ എന്നെ ക്ഷണിച്ചത് എവിടേക്കാ മുമ്പ് വിളിച്ചത്? വീട്ടിലേക്കോ റോട്ടിലേക്കോ? വീട്ടിലേക്ക്. നമ്മൾ വിളിക്കൽ അങ്ങനെയല്ലേ? അള്ളാഹ് വിളിച്ചത് റോട്ടിലേക്കാണ്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക്, അള്ളാന്റെ വഴിയിലേക്ക് വരും. അള്ളാഹ് വിളിക്കുന്നത് സ്വർഗത്തിലേക്കാ. പക്ഷെ അള്ളാന്റെ ദഅവത്ത് ചെന്നത് എങ്ങണ്ടാ? അള്ളാഹുവിന്റെ വഴിയിലേക്ക് വിളിച്ചു. റോട്ടുകാർക്ക് നമ്മൾ ഇൻവിറ്റേഷൻ കൊടുക്കുമോ? കല്യാണത്തിന് വരണട്ടോ, നമ്മളെ മറ്റേ പാലക്കാട് കോഴിക്കോട് റോട്ടിലേക്ക് അങ്ങനെ ഉണ്ടോ? ആ റോട്ടിൽ തിരിഞ്ഞു വന്ന് എന്റെ വഴിക്കുള്ള വഴി അങ്ങനെയല്ലേ പറയാ? അള്ളാഹ് വിളിച്ചത് വഴിയിലേക്കാണ്, നമ്മൾ വിളിക്കുന്നത് ഡെസ്റ്റിനേഷനിലേക്കാണ്. എന്തേ കാരണം എന്നറിയോ? നമ്മളൊക്കെ ഒരു വഴിയിലാണ്, എല്ലാവരും ഒരു സബീലിലാണ്, സ്വർഗത്തിന്റെ സബീലിലേക്കാണ്. ചില ആളുകൾ അവിടെ എത്തും, ചില ആളുകൾ ടയർ പഞ്ചറാവും, ചിലത് വയ്ക്കുന്ന പെട്രോൾ തീരും, ചിലത് വണ്ടി തന്നെ കേടുന്നിട്ട് കുടുങ്ങിപ്പോവും, ചിലതോടെ മലക്കം പറഞ്ഞിട്ട് താഴേക്ക് വീണുപോകും. പക്ഷെ ഓടുന്ന ഓട്ടം സബീലിലേക്കാണ്, സബീലിലൂടെ ഓടുകയാണ് സ്വർഗത്തിലേക്ക്. വിളിക്കാൻ പറഞ്ഞത് അങ്ങനെയാ. സ്വർഗത്തേക്ക് പിടിച്ചു കൊണ്ടുവരാനൊന്നും കഴിയില്ല. വിളിച്ചു നോക്കി. ചിലവരിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കുറെ നേരം വരും, മരിക്കോളം വസ്വാസാക്കാരം. ഇതിലിപ്പോ ഏതാ ശരി എന്നും പറഞ്ഞിട്ട് മരിക്കണ തലേന്ന് വരെ ഇത് തീരുമാനാവൂല. അങ്ങനെ മരിച്ചു പോകും. ഇതിലിപ്പോ ഏതായിരുന്നു ശരി പടച്ചോനെ, അവരാണോ ഇവരാണോ എന്ന് പറഞ്ഞു. അതൊക്കെ നേരത്തെ തീരുമാനിച്ചൊന്ന് ഉറപ്പിച്ചേക്ക്. അള്ളാഹു നമ്മെ ഇസ്തിഖാമത്തിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിളിച്ചു നോക്കുക. നിങ്ങളുടെ വീടുകളിൽ നന്മ വരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീടുകളിൽ ഇൽമിന്റെ അഹ്ലുകാര് വേണം. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു വുളു എടുക്കാൻ വേണ്ടി നിന്നു. ഭാര്യയോട് പറഞ്ഞു, കുറച്ച് വുളുവിന് വെള്ളമെടുത്ത് തരണം. വെള്ളെടുത്ത് വെച്ചു. ഖതാദ റളിയല്ലാഹു അൻഹു മറ്റെവിടേക്കോ നീങ്ങിപ്പോയപ്പോഴേക്കും ഒരു പൂച്ച വന്ന് ആ വെള്ളത്തിൽ തലയിട്ടു. അപ്പോ മഹാനവർ ഇത് കണ്ടിട്ടില്ല. ഖതാദ റളിയല്ലാഹു അൻഹു മഹാനായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു വുളു ചെയ്യാൻ വേണ്ടി തിരിച്ചു വന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് വുളു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മു ഖതാദ സ്വന്തം ഭാര്യ പറഞ്ഞു ഖതാദ തങ്ങളോട്, തതവല്ലഉ വഖദ വലഗത് ഫീഹിൽ ഹിറ, ഒരു പൂച്ച തലയിട്ട വെള്ളത്തിൽ നിന്ന് നിങ്ങൾ വുളു എടുക്കുകയാണോ എന്ന് ഭാര്യ ചോദിച്ചു. ഇവിടെ എന്താ വിഷയം എന്നറിയോ? ഭാര്യ അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയം നിരീക്ഷിച്ചു പഠിക്കുന്നവളാണ്. കാരണം ഒരു പൂച്ച തലയിട്ട വെള്ളം ത്വാഹിറാണോ അല്ലയോ എന്ന് ഇവർ പഠിച്ചിട്ടില്ല. പക്ഷെ അത് നിരീക്ഷിച്ചു. ഭർത്താവിനോട് ചോദിക്കുകയാണ്, ഒരു പൂച്ച തലയിട്ട വെള്ളം നിങ്ങൾ അതുകൊണ്ട് വുളു ചെയ്യുകയാണോ എന്ന് ചോദിച്ചപ്പോ ഖതാദ റളിയല്ലാഹു അൻഹു ഭാര്യയെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സമിഅ്തു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഫീഹാ, അല്ലാഹുവിന്റെ റസൂൽ ഈ വിഷയത്തിൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അബൂ ഖതാദ റളിയല്ലാഹു അൻഹു. ഇന്നഹാ ലൈസത് ബിനജിസ്, അത് നജസല്ല. ഇന്നഹാ മിനത് തവാഫീന അലൈക്കും വത്തവാഫാത്ത്, അതൊരു വൃത്തിയുള്ള ജീവിയാണല്ലോ. നിങ്ങളുടെ കിടയിലൂടെ നടക്കുകയും നിങ്ങൾക്കിടയിൽ ജീവിക്കുകയും ചെയ്യുന്ന, നിങ്ങളോടൊപ്പം കഴിയുന്ന വൃത്തിയുള്ള ജീവിയല്ലേ. അതുകൊണ്ട് ഒരു പൂച്ച തലയിട്ടാൽ അത് നജസാകുന്നില്ല, വുളു എടുക്കാൻ പ്രയാസമില്ല എന്ന് സ്വന്തം ഭാര്യയെ പഠിപ്പിച്ചു അബൂ ഖതാദ റളിയല്ലാഹു അൻഹു. നമ്മുടെ മക്കളെ, നമ്മുടെ പെങ്ങളെ, നമ്മുടെ ഉമ്മയെ ദീനിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ? മക്കളെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുമ്പോ, എഴുന്നേറ്റ് വെള്ളം കുടിക്കുമ്പോ, ചായ കുടിക്കുമ്പോ പറയും, ഉമ്മ എനിക്ക് നേരല്ല, എന്റെ വണ്ടി വരാനായി അല്ലെങ്കിൽ ബസ് വരാനായി, ട്രെയിനിന്റെ സമയമായി, ഞാൻ പോവാന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വെള്ളം കുടി, എഴുന്നേറ്റ് ചായ കുടി. കുട്ടികള് സ്കൂളിലെ ബസ്സിന് കാത്തിരിക്കാൻ, എഴുന്നേറ്റ് കുടിക്കാൻ, എഴുന്നേറ്റ് കഴിക്കാൻ. നമ്മൾ പറയാറുണ്ടോ, കുഞ്ഞെ അവിടെ ഇരുന്നേക്കിൻ, ഇവിടെ കസേര ഉണ്ടല്ലോ, സോഫയിൽ ഇരുന്നൂടെ, ബെഡിലിരുന്നൂടെ, ചെയറിലിരുന്നൂടെ? നമ്മൾ മക്കളോട് പറഞ്ഞു കൊടുക്കാറുണ്ടോ? എന്തുകൊണ്ട്? ഹബീബായ തങ്ങൾ നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യശ്റബ റജുലു ഖായിമ, എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിങ്ങൾ കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഒരാൾ അങ്ങനെ കുടിച്ചാൽ അയാൾക്ക് കുറ്റമില്ല എന്നും അത് കറാഹത്താണ് എന്നും മസ്അലകൾ ഫുഖഹാ അതിനെ വ്യാഖ്യാനിക്കുന്നു, വിശദീകരിക്കുന്നു. നബി തങ്ങൾ നിന്ന് കുടിക്കല്ലേ എന്ന് പറയുന്നു. നമ്മൾ നിന്ന് കുടിക്കുന്നത് കാണുന്നു. സ്വന്തം വീട്ടിൽ ഇരിക്കാൻ പറയാറുണ്ടോ? കല്യാണത്തിന് ചെന്നിട്ടൊക്കെ ഇടത്തെ കൈയോടൊക്കെ പിടിച്ചിട്ട് ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ്. അല്ലെങ്കിൽ കല്യാണത്തിന് വെക്കുന്നത് എന്താ? ഡിസ്പോസിബിൾ പ്ലേറ്റ് ആണ്. ഡിസ്പോസ് ചെയ്യാൻ പോകുന്ന ഗ്ലാസ്സിന് കുപ്പിയല്ലാതിന് കപ്പ് എന്ന് പറയാല്ലേ. കുപ്പിയല്ലാതിന് നമ്മൾ ഗ്ലാസ് എന്ന് പറയാം. നമ്മള് കടലാസിനും ഗ്ലാസ് തന്നെ പറയാം. ശരി, കടലാസിന് ഗ്ലാസ് എന്ന് പറഞ്ഞൂടെ, കപ്പ് എന്നേ പറയാം അല്ലെ. പ്ലാസ്റ്റിക് കപ്പ് അല്ലെങ്കിൽ പേപ്പർ കപ്പ് എന്നൊക്കെ പറയാം. കപ്പ് നമുക്ക് അങ്ങനെ പറയാം. അപ്പൊ കപ്പിൽ വെള്ളം കുടിക്കുകയാണ്. കല്യാണത്തിനൊക്കെ ചെന്ന് സൽക്കാരത്തിൽ ചെന്നിട്ട് അത് ഇടത്തെ കൈ കൊണ്ട്. കാരണം
പെപ്സി കുടിക്കുന്ന പരസ്യം നമ്മുടെ പരസ്യക്കാർ കൊടുക്കുന്നത് നമ്മുടെ ക്രിക്കറ്റ് താരങ്ങളും സിനിമാ താരങ്ങളും ഇടത്തെ കൈ കൊണ്ട് കുടിക്കണം. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പരസ്യം കാണുമ്പോഴേ ശ്രദ്ധിച്ചു നോക്കൊണ്ട് ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചു കുടിക്കണതാ കാണാം. പെപ്സി എന്തോ നല്ല സാധനമാണെന്ന് പ്രചരിപ്പിക്കാൻ അങ്ങനെ ഒരു മനുഷ്യന്റെ വയറിനും ശരീരത്തിനും ഉപദ്രവകാരിയായ ഒരു ഫസി ഡ്രിങ്ക് അത് കുടിപ്പിക്കാൻ നമ്മൾക്ക് പ്രേരണ ഇടത്തെ കൈ കൊണ്ട് കുടിക്കണ പോലെയാണ്. ചില പരസ്യങ്ങൾ, ചില റെസ്റ്റോറന്റുകൾ ചെയ്യുന്ന പരസ്യങ്ങൾ, അങ്ങനെ ചില കാറ്ററിംഗ് വലിയ വലിയ കമ്പനികൾ എന്ത് ചെയ്യും, ചില സാൻഡ്വിച്ചുകളുടെ പരസ്യം, വലത്തെ കൈ സാൻഡ്വിച്ച്, ഇടത്തെ കയ്യിൽ പെപ്സി, ഒരു കൈ കൊണ്ട് കടിക്കുക, ഒരു കൈ കൊണ്ട് കുടിക്കുക. അങ്ങനെ ഇടത്തെ കൈ കൊണ്ട് കുടിപ്പിക്കുന്ന ഒരു ശീലം നമ്മുടെ പരസ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അത് വലിയൊരു അപകടമാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. ഒരുപാട് സുന്നത്ത് ജീവിതത്തിൽ നഷ്ടപ്പെടാൻ കാരണമാവും. മുത്തുനബി തങ്ങൾ നിരോധിച്ചിട്ടുണ്ട്, ചെയ്യരുതെന്ന് പറഞ്ഞു. നിന്നുകൊണ്ട് കുടിക്കരുത് എന്ന് നബി തങ്ങൾ നിരോധിച്ചു എന്ന് ഹദീസിലുണ്ട്. അപ്പൊ നബി തങ്ങൾക്ക് അത് ഇഷ്ടമല്ല എന്നർത്ഥം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്, അത് ചെയ്യും. നബി തങ്ങൾ വീട്ടിലേക്ക് കടന്നു വരുന്നു എന്നിരിക്കട്ടെ, നമ്മുടെ വീടുകളിൽ ആളുകൾ നടന്നും നിന്നും തിന്നുന്നതും കുടിക്കുന്നതും കാണുമ്പോ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന ലോകത്തിന്റെ ഗുരുവിന് അത് ഇഷ്ടപ്പെടുമോ? നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യശ്റബ അർ-റജുലു ഖായിമാ. ഹബീബിന്റെ ഹദീസ് ഉണ്ടായിരിക്കെ നമ്മൾ ആ വിഷയത്തിൽ ശ്രദ്ധിക്കാതിരിക്കുന്നത് എത്ര മോശമാണ്. മുത്തുനബി നമ്മുടെ വീട്ടിൽ കയറുമോ? തങ്ങൾ ഇഷ്ടപ്പെടുമോ? അത് നമ്മുടെ വീടുകളിൽ നന്മ ചെയ്യട്ടെ, ചെറിയ ചെറിയ സുന്നത്തുകൾ വരെ പാലിക്കട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ വീടുകളിൽ നന്മ വരാനുള്ള വലിയൊരു മാതൃക, വലിയൊരു കാര്യം നമ്മുടെ വീടുകൾക്കുള്ളിലേക്ക് സ്വാലിഹീങ്ങളെ കൊണ്ടുവരണം. നല്ല ആളുകളെ വീട്ടിലേക്ക് വിളിക്കണം. എന്തിന്? ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി. അതൊരു നന്മയാണ്. എങ്ങനെ? ഒരു ഉസ്താദ്, ഒരു ആലിം, ഒരു മുദരിസ്, ഒരു ഖതീബ് ഉസ്താദ്, ഒരു സയ്യിദ്, അള്ളാഹുവിന്റെ വലിയ നമ്മൾ വിചാരിക്കുന്ന ആളുകൾ ഒന്ന് വീട്ടിലേക്ക് വരണം. അങ്ങനെ ആഗ്രഹിച്ചാൽ നടക്കും മുഅ്മിനെ. അതൊരു വലിയ സംഭവമാണ്. ആഗ്രഹമുണ്ടോ കൽബിന്റെ ഉള്ളിൽ, എങ്ങനെങ്കിലും വരും. വേണമെങ്കിൽ വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ലെങ്കിൽ വന്നാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ വരൂല. നമ്മുടെ മനസ്സിലൊന്ന് ആഗ്രഹിക്കാം. എന്തുകൊണ്ടെന്നാൽ സ്വാലിഹീങ്ങളുടെ ദുആയിൽ നമുക്ക് പങ്കുചേരാം. നൂഹ് നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നത് കാണാമല്ലോ. റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനാ. അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ. അംബിയാഇന്റെ ദുആയാണത്. വലിവാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. കഴിഞ്ഞോ? ഇല്ല. വലിമൻ ദഖല ബൈതിയ മുഅ്മിനാ, എന്റെ വീട്ടിൽ കടന്നു വന്ന മുഅ്മിനീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. എന്റെ വീട്ടിൽ കയറി വന്ന ആളുകൾ, അപ്പൊ വീട്ടുകാരുടെ ദുആയിൽ അവർ കിട്ടും, സ്വാലിഹീങ്ങളുടെ ദുആയിൽ അവർ പങ്കുകാരാകും. എന്റെ വീട്ടിൽ വന്നവർക്ക് നീ പുറത്തു കൊടുക്കണമേ, എന്റെ വീട്ടിൽ കടന്ന മുഅ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ എന്ന ദുആ, വീട്ടുകാരന്റെ ദുആ നാട്ടുകാർക്ക് കിട്ടും. സ്വാലിഹീങ്ങളെ കടത്തിക്കൊണ്ടുവന്നാൽ സ്വാലിഹീങ്ങൾ ചെയ്യുന്ന ദുആയിൽ വീട്ടുകാർ ഉൾപ്പെട്ടു. വീട്ടിലേക്ക് വരുന്നവർക്കൊരു ദുആ. നമ്മളൊക്കെ ശിർക്കാണ്, കുഫറാണ്, വീട്ടിൽ ദ്വാരക്കാൻ പറ്റൂല. നിക്കാഹിന്റെ സദസ്സോടെ ദ്വാരുന്ന ആമീൻ പറയേണ്ട, കൈ താത്തി വെച്ചാൽ മതി. പുതിയാപ്പിള ഇറങ്ങുമ്പോൾ ദ്വാരക്കണേ, അതൊക്കെ ശിർക്കല്ലേ. സുബ്ഹാനല്ലാഹ്. വീട്ടിൽ ദുആ ഇരക്കുക, വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യുക. എന്റെ വീട്ടിൽ വന്നവർക്ക് നന്മ ചെയ്യണേ, ദുആ ചെയ്തു കൊടുക്കുക. ഒരു വീട്ടിലേക്ക് നബി തങ്ങളെ വിളിച്ചാൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിലേക്ക് കയറി ചൊല്ലുകയും ഫസല്ലാ റകഅതൈനി, ആ വീട്ടുകാർക്ക് വേണ്ടി 2 റകഅത്ത് സുന്നത്ത് നിസ്കരിച്ചു കൊടുക്കുകയും സുമ്മ ദഅാ ലഹും, എന്നിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യും റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാധുമാരൊക്കെ വീട്ടിലേക്ക് വന്ന് അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുത്തിട്ട് ആയിരിക്കും, അല്ലാഹുവേ ഈ വീട്ടുകാർക്ക് നിഅമത്ത് ചെയ്യണേ. അല്ലാഹുമ്മ ഫ്തഹ് അബ്വാബ റഹ്മതിക വഫദ്ലിക അലൈഹിം അഹ്ലൽ ബൈത്ത് അകല തുആമകുമുൽ അബ്റാർ. നിങ്ങളുടെ ഭക്ഷണം നല്ല മനുഷ്യന്മാർ തിന്നാൻ ഇടവരട്ടെ. സല്ലത അലൈക്കുമുൽ മലായിക, ഞങ്ങൾക്ക് ഭക്ഷണം തന്ന വീട്ടുകാരെ നിങ്ങൾക്ക് മലായികത്തുകൾ ദുആ ചെയ്യട്ടെ. വഅഫ്തറ ഇൻദകുമുസ് സായിമൂൻ, നോമ്പ് നോറ്റ ആളുകൾക്ക് നോമ്പ് തുറപ്പിക്കാനുള്ള ഇഫ്താറിന്റെ തൗഫീഖും അല്ലാഹു നിങ്ങൾക്ക് തരട്ടെ എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊന്നും ശിർക്കും കുഫറൊന്നും അല്ല മുഅ്മിനെ, അതൊക്കെ സുന്നത്തുകളാണ്. അതൊക്കെ നമ്മൾ ഇങ്ങനെ പോയ പിന്നെ എന്താ ഉണ്ടാവുക, ബാക്കി ഉണ്ടാവുക? എവിടെ ദോരുന്നാലേ അവിടെ ദോരുന്നതിന് വല്ല തെളിവുണ്ടോ എന്നാ ചോദിക്കുക. കല്യാണത്തിന് സാധിച്ച ഇവിടെ ദോരക്കണ്ടെന്നതിന് വല്ല തെളിവുണ്ടോ? അങ്ങനെ അങ്ങോട്ടും ചോദിക്കാമല്ലോ നമുക്ക്. ആമീൻ പറയാണ്ടിരിക്കുക. ആലിമീങ്ങൾ ആമീൻ പറയുമ്പോൾ കൈ ഉയർത്താതെ അങ്ങനെ ഇരിക്കുക, എന്തോ ജാതി മാറിയ പോലെ. ഞാൻ ആമീൻ പറഞ്ഞതങ്ങ് ദ്വാരന്ന് സ്വീകരിച്ചു പോയാലോ എന്നൊക്കെ ഒരു പേടി. അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. അതൊക്കെ ആരാണ് നിങ്ങളെ മൻ ഗർറക ബി റബ്ബിക്കൽ കരീം, ആരാണ് ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചത്? ആരാണ്? ഒരുപാട് നന്മകൾ ഇല്ലാതെയായില്ലേ. ഒരു യാത്ര പോകുന്ന മനുഷ്യൻ ദ്വാരപ്പിക്കുന്ന ശീലുണ്ടായിരുന്നു. യാത്ര പോകുമ്പോ വീട്ടിൽ ആരെങ്കിലും ഉസ്താദുമാരോ നല്ല മനുഷ്യന്മാരെയോ കൊണ്ടുവന്ന് ദ്വാരപ്പിക്കുക. യാത്ര പോകലൊരു മനുഷ്യൻ, അതിലൊക്കെ ഖൈറില്ലേ?
മുത്തുനബി തങ്ങൾ ദുആരപ്പിച്ച് ഹബീബായ നബി തങ്ങളെ ദുആരപ്പിക്കാൻ കൊണ്ടുപോകുന്നു. ഹബീബ് ദുആ ചെയ്തു കൊടുക്കുന്നു വീട്ടുകാർക്ക് വേണ്ടി. ഭക്ഷണം കഴിച്ച ആരെങ്കിലും നിങ്ങൾക്ക് ഭക്ഷണം തന്നാൽ നന്ദിയോടുകൂടെ ദുആ ചെയ്തു കൊടുക്കിൻ. ആ വീട്ടുകാർക്ക് ദുആ ചെയ്യണം. അതുമാത്രമല്ല, വീട്ടുകാര് ദുആ ചെയ്യുമ്പോ റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനാ, അല്ലാഹുവേ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും എന്റെ വീട്ടിൽ കയറിയിറങ്ങിപ്പോയ, എന്റെ വീട്ടിൽ വന്നിറങ്ങിപ്പോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും പുറത്തു കൊടുക്കണേ. ഇത് ഖുർആൻ പഠിപ്പിച്ച ദുആയാണ്. ആ പ്രാർത്ഥന കിട്ടണം, നമ്മൾ കൊടുക്കണം, ആളുകൾ നമുക്ക് തരണം. ഇതൊക്കെ ഈമാനികമായ ബന്ധങ്ങളാണ്, ചെറിയ കാര്യങ്ങളാണ്. വല്ല പ്രയാസമുണ്ടോ ഇതൊക്കെ ചെയ്യാൻ? വല്ല പ്രയാസമുണ്ടോ? ഇല്ല. മുഅ്മിനീങ്ങളെ വിളിച്ചു വരുത്തുക, അവരെ കൊണ്ട് ദുആരപ്പിക്കുക, നമ്മൾ അവർക്ക് വേണ്ടി ദുആരക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്ന് സ്വലാത്ത് ചൊല്ലിയിരിക്കുക. അവസാനത്തെ റൗണ്ടാണ്, ഇനി എഴുന്നേൽപ്പിക്കൂല, ഞാൻ മുമ്പ് നിർത്തും ഇൻഷാ അല്ലാഹ്. നേരം വെക്കുന്നുണ്ട് അല്ലേ? സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. ഇങ്ങനെ മദീനത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആ പച്ച കുബ്ബയെ മനസ്സിലിങ്ങനെ കണ്ട് അവിടെ കിടന്നുറങ്ങുന്ന ഹബീബായ റസൂലുള്ളാഹ്. ഹബീബ് ഇത് കേൾക്കുകയാണ്. അവിടത്തേക്ക് കേൾപ്പിക്കാൻ മലക്കുകൾ ഈ പഴമള്ളൂരിന്റെ ഈ മൈതാനിയിൽ നിന്ന് ഹറം എന്ന മദീനയുടെ ഹറമിലേക്ക് ഓടുകയാണ്. അല്ലാഹുവേ, ഓരോരുത്തരുടെ സ്വലാത്തു നബിയെ അങ്ങേക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു ഇൽമിന്റെ മജ്ലിസിൽ. ഇന്ന ആൾ, ഓരോ ആണിന്റെയും പെണ്ണിന്റെയും സ്വലാത്തുകൾ ഹബീബിന് അല്ലാഹു എത്തിച്ചു കൊടുക്കുന്നു. അതിനുവേണ്ടി മാത്രം ചില മലക്കുകൾ അല്ലാഹു നിയോഗിച്ചു. എന്റെ മരണശേഷവും എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നതും എന്നോട് സലാം പറയുന്നതും എനിക്ക് അല്ലാഹു എത്തിച്ചു തരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അങ്ങനെ മനസ്സിൽ തന്നെ വിചാരിച്ചുകൊണ്ട് സ്വല്ലൂ അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم ارزقنا في الدنيا زيارته في الآخرة شفاعته واحشرنا تحت ظل لوائه المعقود وأدخلنا الجنة مع الأبرار يا عزيز يا غفار. അല്ലാഹു നമുക്ക് ഹബീബിന്റെ ശഫാഅത്ത് തരട്ടെ. അവിടുത്തെ പരിശുദ്ധമായ കൊടുക്ക് കീഴിൽ നാളെ മഹ്ശറയിൽ ഒരുമിച്ച് ചേരാനും സ്വർഗത്തിന്റെ വാതിൽ മുത്ത് ഹബീബ് തുറക്കുമ്പോ ആ ചെറു സംഘത്തിൽ ചേരാനും അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ യാ റബ്ബൽ ആലമീൻ. ജസാക്കുമുല്ലാഹ് ഖൈർ. ഹബീബായ നബി തങ്ങൾ നമ്മുടെ വീടുകളിൽ നന്മകൾ വിളയാനും അവിടെ തിന്മകൾ വരാതിരിക്കാനും പറഞ്ഞ ഒരു പോംവഴി. ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പുരുഷന്മാരെ ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ, നിങ്ങൾ പെണ്ണുങ്ങളിലേക്ക് കടന്നു ചെല്ലരുതേ. കോളേജിൽ പഠിക്കുന്ന കുമാരന്മാരോട് ഇത് ഹബീബിന്റെ നിർദ്ദേശമാണ്. ക്യാമ്പസുകളുടെ ഒരു ഫ്രീഡം ഉപയോഗിച്ചുകൊണ്ട് പെണ്ണുങ്ങൾക്കിടയിൽ പോയിരുന്ന് സ്വകാര്യം പറഞ്ഞ് തോളിൽ പിടിച്ച് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്ന ചെറുപ്പക്കാരനോട് ഹബീബിന്റെ നസീഹത്താണിത്. ഇയ്യാകും, നിങ്ങൾ ചെയ്യല്ലേ, വദ്ദുഖൂല അലൻ നിസാ, പെണ്ണുങ്ങൾ മാത്രമുള്ളിടത്തേക്ക് ഒരു മഹ്റമല്ലാത്ത നിങ്ങൾ ചെല്ലല്ലേ, അങ്ങോട്ട് കടക്കല്ലേ, അന്യ പെണ്ണുങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലല്ലേ. അത് പാട്ടപ്പിരിവുമായി ചെയ്യുന്ന വളണ്ടിയർ ആണെങ്കിൽ പോലും ഒരു പെണ്ണുങ്ങൾക്കിടയിലേക്ക് ബക്കറ്റ് പിരിവുമായി പുരുഷനായൊരു മനുഷ്യൻ ചെല്ലല്ലേ. എല്ലായിടത്തും ബാധകമാണ്. ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ. അപ്പോഴാണ് അൻസ്വാരികളിൽപ്പെട്ട ഒരാൾ ചോദിച്ചത്, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അറഅയ്തൽ ഹംവാ, കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ജ്യേഷ്ഠനാണ്, അനുജനായ എനിക്ക് എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയുടെ അരികത്തേക്ക് ഒരു സാധനം വേണമെന്നായി, അല്ലെങ്കിൽ സഹോദരി എന്ന് ജ്യേഷ്ഠന്റെ ഭാര്യയുടെ അരികത്തേക്ക് ചെന്ന് വല്ലതും ചോദിക്കാനോ വാങ്ങിക്കാനോ ഉണ്ടെങ്കിൽ പോകുന്നതിന് വിരോധമുണ്ടോ നബിയേ? നമുക്ക് വേണ്ടിയാണ് ഈ ചോദ്യം അല്ലാഹു അവരൊക്കെ ചോദിപ്പിച്ചത്. കാരണം ശരീഅത്തുൽ ഇസ്ലാം ഖിയാമത്ത് നാൾ വരെ നിൽക്കണം.
ജ്യേഷ്ഠന്റെ ഭാര്യയെ ഓടിച്ചു കൊണ്ടുപോകുന്ന അനുജന്മാർ വരുന്ന കാലമെന്ന് റസൂൽ അറിഞ്ഞോ? സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിപ്പിക്കുന്ന വിധത്തിലേക്ക് അനുജന്മാർ സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യയിലൂടെ ഹറാമായ രീതിയിൽ ഇടപെടുന്നത് അല്ലാഹുവിന്റെ റസൂൽ അറിഞ്ഞോ? സ്വന്തം വീടുകളിൽ എത്രത്തോളം അച്ചടക്കത്തിൽ കഴിയേണ്ട വീടുകളിൽ സ്വന്തം വീടുകൾക്കുള്ളിൽ അള്ളാഹു ഏറ്റവും വെറുക്കുകയും വ്യഭിചാരം ചെയ്തവൻ അവൻ വിവാഹിതനാണെങ്കിൽ ഒരു മൃഗത്തെ നായ എറിഞ്ഞുകൊല്ലുന്ന പോലെ എന്ന് പറഞ്ഞുകൂടാ. മൃഗങ്ങൾ അങ്ങനെ എറിഞ്ഞുകൊല്ലാൻ പാടുള്ളതുമല്ല. എന്നാൽ ഒരു മനുഷ്യനെ മരണം വരിക്കുന്നതുവരേക്കും എറിഞ്ഞുകൊല്ലണമെന്ന് പറഞ്ഞ ഗാഢമായ ഗൗരവപരമായ ശിക്ഷ നടപ്പാക്കാൻ പറഞ്ഞ തിന്മകൾ വീടുകൾക്കുള്ളിൽ നടക്കുന്ന കാലത്താണ് മുത്തുനബിയുടെ ഹദീസിന്റെ പ്രസക്തി. ഇയ്യാക്കും സൂക്ഷിക്കണം, അരുത് അരുത് പെണ്ണുങ്ങളുടെ അരികത്തേക്ക് പെണ്ണുങ്ങൾക്കിടയിലേക്ക് നീ ഇറങ്ങിച്ചല്ലല്ല. അത് നിന്റെ വാട്സപ്പിലൂടെ ആവട്ടെ, നിന്റെ ഫേസ്ബുക്കിലൂടെ ആവട്ടെ, നിന്റെ കോണ്ടാക്റ്റുകളിലൂടെ ആവട്ടെ, പാതിരാത്രി നിന്റെ റോങ് നമ്പറായി വിളിക്കുന്ന നിന്റെ വഞ്ചനയുടെ വിളിയിലൂടെ ആവട്ടെ, അല്ലാത്തതാവട്ടെ, അന്യ പെണ്ണിലേക്ക് നീ ഇറങ്ങിച്ചല്ലല്ല, അന്യ പെണ്ണുങ്ങളിലേക്ക് നീ ഇടപെടല്ല. ഇയ്യാകും വദ്ദുഖൂല അലന്നിസാ, നിന്റെ കാലുകൊണ്ട് നടന്നു പോകുന്ന നടത്തമാണെങ്കിൽ തന്നെയും എയറിലൂടെ സിഗ്നലുകളായി അല്ലാഹുവിന്റെ അന്തരീക്ഷത്തിലൂടെ ഹറാമിന്റെ സിഗ്നലുകളും മെസ്സേജുകളും നിന്റെ സോഷ്യൽ മീഡിയകളിലൂടെ അന്യ പെണ്ണുങ്ങൾക്ക് കൈമാറുന്ന ആ പ്രവേശനമാണെങ്കിൽ തന്നെയും ചെയ്തു പോവല്ലേ. അറഅയ്തൽ ഹംവ യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഭർത്താക്കന്മാരുടെ സഹോദരന്മാർക്ക് വല്ല വിരോധവുമുണ്ടോ നബിയെ? അത് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നവരല്ലേ, എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയല്ലേ, എന്റെ അനുജന്റെ ഭാര്യയല്ലേ, പ്രായപൂർത്തിയായി എനിക്ക് അവരരികത്തേക്ക് ചെല്ലാൻ വല്ല കുഴപ്പവുമുണ്ട് നബിയെ? ഈ പറഞ്ഞ ഹദീസിൽ ഞങ്ങൾക്കത് ബാധകമാണോ എന്ന് ചോദിച്ചപ്പോഴാണ് ലോകത്തിന്റെ ഗുരു മുസ്ലിം ഉമ്മത്തിൽ നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത്, നമ്മൾ ഒരിക്കലും വായിക്കാൻ ഇഷ്ടപ്പെടാത്തത്, നമ്മുടെ അയൽപക്കങ്ങളിൽ പിറുപിറുക്കാൻ ഇഷ്ടപ്പെടാത്തത്, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുന്ന ആഭാസങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടി ഹബീബ് കൊടുത്ത മറുപടി എന്താണ്? അറഅയ്തൽ ഹംവ എന്നതിന്റെ മറുപടി ഖാല അൽ ഹംവ അൽ മൗത്ത്, അൽ ഹംവ അൽ മൗത്ത്, ഭർത്താവിന്റെ സഹോദരൻ അല്ലെങ്കിൽ ഭർത്താവിന്റെ ബന്ധു. ഭർത്താവിന്റെ ബന്ധു എന്നർത്ഥമുണ്ടതിന്. ഖരീബു സൗജ്, അത് ഭർത്താവിന്റെ അനുജനാവാം, അമ്മായിയുടെ ഭർത്താവിന്റെ അമ്മായിയുടെ മകൻ, ഭർത്താവിന്റെ അമ്മാവന്റെ മകൻ, ഭർത്താവിന്റെ അകന്ന കുടുംബങ്ങൾ, മഹറമല്ലാത്ത ബന്ധങ്ങൾ മുഴുവനും. ഭർത്താവിന്റെ മഹറം പോലും ഭർത്താവിന്റെ ഭാര്യക്ക് മഹറമല്ലല്ലോ. ഭർത്താവിന്റെ ഖരീബീങ്ങളായ ആളുകൾ, ഭർത്താവിന്റെ വാപ്പ ഇവൾക്ക് മഹറമാം. വാപ്പയുമായുള്ള കടപ്പാട് വളരെ മനോഹരമാണ് ദീനിൽ. വാപ്പയുടെ സ്ഥാനമാണ് ഭർത്താവിന്റെ വാപ്പക്ക്, ഭർത്താവിന്റെ ഉമ്മാക്ക് സ്വന്തം ഉമ്മയുടെ സ്ഥാനമാണ്. എന്നാൽ ഭർത്താവിന്റെ അനുജനോ, ഭർത്താവിന്റെ ജ്യേഷ്ഠനോ, ഭർത്താവിന്റെ ബന്ധുക്കൾക്കോ ഇവളിലേക്ക് ഇടപെടാൻ പാടുണ്ടോ? കാണാൻ പാടുണ്ടോ? സംസാരിക്കുന്നത് അനാവശ്യമായ സംസാരങ്ങൾ, അത്യാവശ്യമായൊരു വിഷയങ്ങൾക്കല്ലാത്ത ഇടപെടലുകൾ. എന്താണ് അതിന്റെ വിധി എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? അൽ ഹംവ അൽ മൗത്ത്, ഭർത്താവിന്റെ ബന്ധുക്കൾ ആ ഭർത്താവിന്റെ ഭാര്യയുമായി ഇടപെടുന്നത് അൽ മൗത്ത്, മരണം കാണുന്ന പോലെ നിങ്ങൾ കാണണം, മരണം കാണുന്നത് പോലെ കാണണം. ഒരു മരണത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് ഓടില്ലേ? ഒരു വീടിന് തീ പിടിച്ചാൽ നിങ്ങൾ ഓടി രക്ഷപ്പെടില്ല, മരിക്കണ്ടെന്ന് വിചാരിച്ച്. ഒരു ഒഴുക്കിൽപ്പെട്ടാൽ നിങ്ങൾ നീന്തി രക്ഷപ്പെടാറില്ലേ? മരണം വരുന്ന ഇടങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് പേടിക്കുന്നത്? അതുപോലെ പേടിക്കണമെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് നമുക്ക് ബാധകമല്ലേ? കേരളീയ മുസ്ലിമീങ്ങൾക്ക് ബാധകമല്ലേ? ലോക മുസ്ലിമീങ്ങൾക്ക് ബാധകമല്ലേ? നമ്മുടെ പഴമള്ളൂരിലെ വീടുകൾക്ക് ഇത് ബാധകമല്ലേ? നമ്മുടെ ജില്ലകളിലെ വീടുകൾക്ക്, മുസ്ലിം രാജ്യങ്ങളിലും അല്ലാത്ത രാജ്യങ്ങളിലും ഒരു മുസ്ലിമിന്റെ വീട്ടിൽ ഈ അച്ചടക്കം വേണമെന്നാണ് അല്ലാഹു പറയുന്നത്. നമ്മൾ പറയും എന്തേ മുസ്ലിമീങ്ങൾക്ക് അപകടം, എന്തേ മുസ്ലിം രാജ്യങ്ങളിൽ അനാർക്കി, എന്തേ മുസ്ലിം രാജ്യങ്ങളിൽ സമാധാനമില്ലാത്തത്, എന്തേ മുസ്ലിമീങ്ങൾ ഇങ്ങനെയായി പോയത്? ഇങ്ങനെയൊക്കെ ചൂണ്ടുവിരൽ വെച്ച് ചോദിക്കുന്ന സഹോദര, നീ നിന്റെ വീട്ടിലേക്കൊന്ന് ചൂണ്ടുവിരൽ വെച്ച് നോക്കിയോ? എന്റെ വീടെന്താണ് ഇങ്ങനെയായി പോയത്? ഇത് നീ നോക്കിയിട്ടുണ്ടോ? സ്വന്തം വീട് നന്നാക്കാൻ കഴിയാതെ, നമ്മുടെ അയൽപക്കങ്ങൾ നന്നാക്കാൻ കഴിയാതെ ലോക മുസ്ലിമിന്റെ സമസ്യയാണോ നീ പരിഹരിക്കാൻ പോകുന്നത്? സാധ്യമല്ല മുഅ്മിനേ. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. യാതൊരു മടിയുമില്ലാതെ അന്യ പെണ്ണുങ്ങൾ എന്ന വസ്തുക്കൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോ, നമ്മുടെ അങ്ങാടികളിൽ ജോലി ചെയ്യുന്ന സെയിൽസ്മാൻമാരായി ജോലി ചെയ്യുന്ന നമ്മുടെ ചെറുപ്പക്കാർ വളരെ നല്ല മക്കളാണ്. പക്ഷേ അള്ളാഹുവിന്റെ നിയമം ഒന്ന് ഓർക്കേണമേ, അള്ളാഹുവിന്റെ നിയമം ഓർക്കേണമേ. കച്ചവടങ്ങളിൽ ഇടപെടുന്ന ആളുകൾ അന്യ പെണ്ണുങ്ങളെ കാണാനോ സംസാരിക്കാനോ അവസരം വരുന്നുണ്ട്. കച്ചവട സംബന്ധമായ മിനിമം കോൺവെർസേഷൻ അല്ലാതെ, കണ്ണുകളെ സൂക്ഷിച്ചുകൊണ്ടല്ലാതെ നമുക്ക് കച്ചവടം ചെയ്യാൻ പാടുള്ളതോ?